ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. +2 കഴിഞ്ഞ മക്കളാണെങ്കിൽ ഒന്നും മടിക്കേണ്ട. നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ലിങ്ക്, അതായത് +2 കഴിഞ്ഞവർക്ക് എന്തെടുക്കണം, ഏത് കോഴ്സ് പഠിക്കണം, എങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പർ കരിയറിലേക്ക് ഗൈഡ് ചെയ്യാവുന്നതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇനി അങ്ങോട്ടുള്ള അപ്ഡേറ്റ്സ്, അഡ്മിഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് +2 കഴിഞ്ഞവർക്ക് ഡോക്ടറും എഞ്ചിനീയറും മാത്രം ആയാൽ മതിയോ? അതായത് പണ്ട് മുതലേ ടീച്ചർമാർ നമ്മളോട് ചോദിക്കുന്നു എന്താവണം, ഒരുപാട് പേര് ഡോക്ടറും എഞ്ചിനീയറും പറഞ്ഞങ്ങ് ശീലിച്ചു പോയി. അവരെന്താ ജെഇയുടെയും അതുപോലെ തന്നെ കീമിന്റെയും ഇനി MBBSനാണെങ്കിൽ നീറ്റിന്റെ ഒക്കെ കോച്ചിങ്ങിന് പോകുന്നു. ഇത് കണ്ട് ഒരു തരത്തിലുള്ള ഐഡിയ ഇല്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ടെന്ന് അറിയാം. അവർക്ക് അതിനോട് പ്രത്യേക താല്പര്യം ഉണ്ടാകില്ല. അങ്ങനെയുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. മുഴുവനായും കാണുക. 2026 ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡുകൾ അനുസരിച്ച് എഞ്ചിനീയറിംഗും ഡോക്ടറും പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലാതെ നിങ്ങൾക്ക് +2 കഴിഞ്ഞ് ചൂസ് ചെയ്യാൻ പറ്റുന്ന 10ഓളം കോഴ്സുകൾ ഞാൻ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോകൾ ചെയ്യുന്നതാണ്. നിങ്ങളെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഓരോ കോഴ്സിന്റെ ഡീറ്റെയിൽസും ബെസ്റ്റ് ഇപ്പോൾ നിലവിലുള്ള കോളേജുകളും ഇനി അതിന്റെ ഫീസ് സ്ട്രക്ചറും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിലവിൽ എന്തായാലും ഈ വീഡിയോയിൽ ആ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് കൂടി ചെയ്യുക. സോ ഗൈസ്, ഇത് ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും വേണ്ടിയല്ല, മറ്റ് കരിയറുകൾ സ്വപ്നം കാണുന്ന, മറ്റ് കരിയറുകൾ എന്താണ് എന്ന് അറിയാനും അതിൽ പഠിക്കാനും ആഗ്രഹമുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമത്തേത് വേറൊന്നുമല്ല, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും BCA, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത് ആക്ച്വലി ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ സാധാരണ എടുക്കുന്ന ഡിഗ്രി പോലൊരു കോഴ്സ് അല്ല. കാരണം MBA എന്നൊക്കെ കേട്ടിട്ടില്ലേ? MBAക്ക് മുന്നേ പലരും ചെയ്യുന്ന ഒരു നോർമൽ കോഴ്സാണ് BCA. കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, കോഡിങ്, AI റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ 4 വർഷമല്ല, ഇത് 3 വർഷവും 4 വർഷം. ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് ആഡ് ഓൺ കോഴ്സുകളും ഉണ്ട് പല യൂണിവേഴ്സിറ്റിയുടെയും കീഴിൽ, പ്രത്യേകിച്ച് KTUവിൻ്റെ ഒക്കെ കീഴിൽ. ആ രീതിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഒരു ടെക്കി പേഴ്സൺ ആണ്, അല്ലെങ്കിൽ IT മേഖലയിലേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട്, ആ രീതിയിലുള്ള വലിയ വലിയ കമ്പനികളിൽ പ്ലേസ്ഡ് ആകാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സധൈര്യം മുന്നോട്ട് വന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചവർക്ക് +2ൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരുന്ന ഒരു മേഖലയാണ് BCA. കേരളത്തിൽ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കേരളത്തിൽ മാത്രമല്ല പുറത്തും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് BCA. നോട്ട് ചെയ്ത് വെച്ചോ. BCA പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തത് BBA. എന്താണ് BCAയും BBAയും തമ്മിലുള്ള വ്യത്യാസം? മറ്റത് കുറച്ചുകൂടി ടെക് ഫീൽഡാണ്. പക്ഷേ BBAയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്യൂർലി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് BBA എന്ന് വെച്ചാൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഞാൻ കുറച്ചുകൂടി ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് കൊമേഴ്സ് ഒക്കെ എടുത്ത വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് MBAക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവർ, കുറച്ചുകൂടി ബിസിനസ് പഠിക്കാൻ താല്പര്യമുള്ളവർ. ഇന്നത്തെ യുഗത്തിൽ നമുക്കറിയാം ഒരുപാട് സ്റ്റാർട്ടപ്പ് ഓണേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. ഡോക്ടേഴ്സിനെ, എഞ്ചിനീയേഴ്സിനേക്കാളും നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് പേര്. അതിന് നിങ്ങളെ മാനേജ്മെന്റിനും ബിസിനസ് ഐഡിയാസിനും ഡേറ്റ റോൾസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സൂപ്പർ കോഴ്സാണ് BBA. അതിനും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉള്ള സമയം കൂടിയാണിത് എമർജിങ് ആയിട്ട് വരികയാണ്. ദെൻ BSc എന്ന് പറയുന്നത് തന്നെ ഞാൻ പർട്ടിക്കുലർ ആയിട്ട് പറയാം. ഒരുപാട് BSc നിങ്ങൾക്ക് ഉണ്ടാവും. മീൻസ് കെമിസ്ട്രി, ഫിസിക്സ്, അതൊക്കെ നമ്മൾ കേട്ട് പരിചരിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. പക്ഷെ നിലവിലെ ട്രെൻഡ് അനുസരിച്ച് BSc ഇൻ ഡേറ്റ സയൻസ് ഓർ BSc ഇൻ AI ഓർ സൈബർ സെക്യൂരിറ്റി. ഞാനിത് പറയാൻ കാരണം ഇതെല്ലാം പുതുതായിട്ട് പല യൂണിവേഴ്സിറ്റികളിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഴ്സുകളാണ്. ഇത് 2022 ശേഷം വന്ന കോഴ്സുകളാണ്. ഇതിലെല്ലാം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ മോസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള പല പ്രൊഫഷണൽസ് എടുത്തു കഴിഞ്ഞാലും അത് BSc സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡേറ്റ സയൻസ്, AI പോലുള്ള ആഡ് ഓൺ കോഴ്സുകളും ഈ ഒരു പ്രോപ്പർ ന്യൂ ഡിഗ്രി കോഴ്സുകളും പഠിച്ചവരാണ് എന്ന് 100% പറയാം, ബിടെക്കുകാരോടൊപ്പം തന്നെ. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള BSc കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കോമ്പറ്റീഷൻ കുറവായിരിക്കും. കാരണം ഇത് എമർജ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. മറ്റൊന്ന്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, വലിയ വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ മാറുന്ന AI യുഗത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടും എന്നുള്ളതാണ്. സോ അത് BScയിൽ ഞാൻ എടുത്തു പറയാണ്. ദെൻ ആർട്സ് വിഷയങ്ങൾക്ക് എടുത്തവരാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആ രീതിയിലാണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള മറ്റൊരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ലോ. നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം? BA LLB ചെയ്യാം, ദെൻ BBA LLB ചെയ്യാം. ഇൻറ്റഗ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ LLB 3 വർഷത്തെ കോഴ്സും ചെയ്യാം. ഇത് വക്കീലൊക്കെ ആകാൻ താല്പര്യമല്ല, അല്ലെങ്കിൽ ആ രീതി നിങ്ങൾ പൊളിറ്റിക്സും അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട് എന്ന് ഞാൻ പറയും. ഓക്കെ, അത് എന്തായാലും നോട്ട് ചെയ്ത് വെച്ചേക്കാം.
ദെൻ ബാച്ചിലർ ഓഫ് ഫാർമസി. നിങ്ങളിപ്പോൾ കീമൊക്കെ എഴുതി എഞ്ചിനീയറിംഗ് അല്ലല്ലോ എല്ലാവരും പോകുന്നത്. ഫാർമസി എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ഡിമാൻഡുള്ള ഒരു മേഖല തന്നെയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് കൂടുതലും ഫാർമസിയിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു ട്രെൻഡ് പതിയെ മാറി വരുന്നുണ്ട്. സ്റ്റിൽ വിദേശ രാജ്യങ്ങൾക്കൊക്കെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി നല്ല സാലറിയിൽ തന്നെ ഉടൻ ജോലി കിട്ടുന്ന തരത്തിൽ, അതായത് ഇവിടെ പഠിച്ചിറങ്ങുന്ന ഉടൻ തന്നെ മറ്റ് രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ആകുന്നവർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാർമസിയാണ്, നഴ്സിംഗ് ഓർ ഫാർമസി. അപ്പോൾ BSc ഫാർമസി ഉണ്ട്, അതുപോലെ തന്നെ B.Pharm ആയിട്ടുമുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ദെൻ BSc ഇൻ ഫോറൻസിക് സയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈബർ സെക്യൂരിറ്റി പോലെ തന്നെ മറ്റൊരു കോഴ്സാണ്. മെഡിക്കൽ റിലേറ്റഡ് കൂടുതൽ പഠിക്കാനും അറിയാനും ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഒരുപാട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇല്ല, സെലക്റ്റീവ് ആയിട്ടുള്ള കേരളത്തിലെ ചില യൂണിവേഴ്സിറ്റികളും അല്ലാത്ത നോൺ ഗവൺമെന്റ് കോളേജുകളും ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് BSc ഇൻ ഫോറൻസിക് സയൻസ്. അതുപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് BSc ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ. ഇത്തരം കോഴ്സുകൾ എടുക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇത് കഴിഞ്ഞ് അവർക്ക് PSc എഴുതേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ഒരു പേഴ്സൻറ്റേജ് കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവരെ അതാത് മേഖലകളിൽ അല്ലെങ്കിൽ അവരുടെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് ജോലി കിട്ടുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് ആ രീതിയിലൊരു കരിയറാണ് നിങ്ങൾ സ്വപ്നം കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ദെൻ ഒരുപാട് പേരുടെ സ്വപ്നമായിട്ടുള്ള ഒരു കരിയറാണ് ഏവിയേഷൻ മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്സ് പൈലറ്റ് ട്രെയിനിങ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ സീരിയസ് ആയിട്ട് ആ ഒരു കരിയർ നോക്കുന്നുണ്ട് എങ്കിൽ, കാരണം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നീട് ഭാവി മീൻസ് നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് ആ ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് നോക്കാം ബാച്ചിലർ ഓഫ് സയൻസ് BSc തന്നെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ്. ഞാൻ പറഞ്ഞ പോലെ മാത്സിൻ്റെ തന്നെ പല ഫീൽഡ്സ് ഉണ്ട്. ഇപ്പോൾ റിസർച്ച് അല്ലെങ്കിൽ അധ്യാപനം, അതുമല്ല എങ്കിൽ എന്താണ് നിങ്ങൾ ഒരു സയന്റിസ്റ്റ് ആ ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മേഖല BSc തന്നെയാണ്. അതിൽ ഫിസിക്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്, സ്റ്റാറ്റിക്സ് വരുന്നുണ്ട്, അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഒരുപാട് ഫീൽഡ്സ് വരുന്നുണ്ട്. നിങ്ങൾ അഡ്മിഷൻ സമയമാകുമ്പോൾ ആ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് മനസ്സിലാവും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും പർട്ടിക്കുലർ അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തേക്കുക, നമ്മൾ അടുത്ത വീഡിയോകളിൽ തന്നെ അത് ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഡിസൈൻ ആൻഡ് ക്രിയേറ്റീവ് ഫീൽഡ്സ്. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞെങ്കിൽ മാത്രം അതിൽ ഒതുങ്ങുന്നതല്ല. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെ, അതല്ല എങ്കിൽ ഈ കണ്ടന്റ് ക്രിയേഷൻ ഉൾപ്പെടെ ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ ഈ രീതിയിൽ, അത് ഫുൾ ടൈം ഡിഗ്രി ആണെന്നില്ല, ചില കോഴ്സുകളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഫാഷൻ ഡിസൈനിങ് വരുന്നുണ്ട്, ആനിമേഷൻ വരുന്നുണ്ട്, മൾട്ടിമീഡിയ വരുന്നുണ്ട്, അതുപോലെ നമുക്കിപ്പോൾ നിലവിൽ ട്രേഡിങ്ങിന് ഉൾപ്പെടെ ഈ രീതിയിലുള്ള പുതിയ ഫീൽഡ്സ് വരുന്നുണ്ട്, അതിനുള്ള അക്കാദമീസ് വരുന്നുണ്ട്. സോ ആ രീതിയിലുള്ള ഡിസൈൻ ആൻഡ് ക്രിയേറ്റീവ് ഫീൽഡ്സ് നിങ്ങൾക്ക് ആ രീതിയിൽ ഇപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കണം, അങ്ങനെ ഒരു കരിയർ വേണം എങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, നമ്മൾ പെട്ടെന്ന് ചുരുക്കി ഒരുപാട് മേഖലകൾ പറഞ്ഞു. നമ്മൾ എന്തായാലും നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഓരോ മേഖലയും പിരിച്ച് പരിശോധിക്കും. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യും. ബെസ്റ്റ് കോളേജുകൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട അഡ്മിഷൻ സപ്പോർട്ടുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. സോ ഗൈസ്, ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, വെക്കേഷൻ ടൈം ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു പ്രോപ്പർ കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു. സംശയങ്ങൾ പേഴ്സണലായിട്ട് തന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് വെയിറ്റ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏത് തരത്തിലുള്ള വീഡിയോസ് കരിയർ റിലേറ്റഡ് നിങ്ങൾ കേൾക്കാനാണ് ആഗ്രഹം, ഏതൊക്കെ കോഴ്സുകളെ കുറിച്ച് അറിയാനാണ് ആഗ്രഹം, കമൻറ്റ് ചെയ്തോളൂ. ധൈര്യമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കണ്ടന്റുകളുമായിട്ട് എത്തുന്നതായിരിക്കും. തൽക്കാലം നിർത്തുന്നു. ബൈ.